ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. 11-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഒരു മനുഷ്യൻ്റെയും 2 പുത്രന്മാരുടെയും ഉപമ യേശു പറയുവാനുണ്ടായ സാഹചര്യം 15-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ കാണുന്നു. ചുങ്കക്കാരും പാപികളും എല്ലാം അവൻ്റെ വചനം കേൾപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടി ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞ് പിറുപിറുത്തു. സ്വയന്യായീകരണത്തോടെ മറ്റുള്ളവർക്കെതിരെ പിറുപിറുക്കുന്ന ഒരു സമൂഹത്തിന് അതിരുകളില്ലാത്ത ദൈവസ്നേഹത്തെയും പിതാവായ ദൈവത്തിൻ്റെ ദീർഘക്ഷമയെയും ഏറ്റവും ഭംഗിയായി ഒരു ഉപമയിലൂടെ യേശു വിശദീകരിക്കുന്നു. ഈ ഉപമയിൽ ഇളയ മകൻ അപ്പനോട് അപ്പൻ്റെ വസ്തുവകയിൽ നിന്ന് അവന് കിട്ടേണ്ട പങ്ക് മാത്രം ചോദിക്കുന്നു. കേൾക്കുമ്പോൾ വലിയ കുറ്റമൊന്നും തോന്നാത്ത ന്യായമായ ഒരു ആവശ്യം. എന്നാൽ യഹൂദ കുടുംബങ്ങളുടെ നിയമപ്രകാരം അപ്പൻ്റെ മരണശേഷം മാത്രം നടക്കേണ്ട വസ്തു പങ്കുവയ്ക്കൽ. ജീവിച്ചിരിക്കുന്ന പിതാവിനോട് ഒരു മകൻ, അതും ഇളയ മകൻ, വസ്തുവിൻ്റെ പങ്ക് ചോദിക്കുന്നത് പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമാണ്. വലിയ സങ്കടത്തോടെയാണെങ്കിലും തൻ്റെ ഇഷ്ടം അടിച്ചേൽപ്പിക്കാതെ ഈ പിതാവ് മക്കൾക്കായി മുതൽ പകുത്തു നൽകി തൻ്റെ ഇളയ മകനെ അവൻ്റെ ആഗ്രഹം പോലെ സ്വതന്ത്രനായി വിടുന്നു. ഉപമയുടെ ഈ ഭാഗത്ത് പിതാവാം ദൈവത്തിന് പാപികളായ മനുഷ്യരോടുള്ള മനോഭാവത്തെയാണ് യേശു കാണിച്ചു തരുന്നത്. നാം ഓരോരുത്തരും വലിയവനായ ദൈവത്തിൻ്റെ സൃഷ്ടികളാണെങ്കിലും സ്വതന്ത്രമായി ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും സ്വർഗസ്ഥനായ പിതാവാം ദൈവം നമ്മെ അനുവദിക്കുന്നു. തനിക്ക് കിട്ടിയ വസ്തുവകകളെല്ലാം വിറ്റ് പിതാവിൽ നിന്ന് അകന്ന് ദൂരേക്ക് പോയ ഇളയ മകനെ ഓർത്ത് സങ്കടപ്പെടുന്ന പിതാവിനെ പോലെ പിതാവായ ദൈവം തന്നിൽ നിന്നും അകന്നു പോകുന്ന ഓരോ മനുഷ്യരെയും ഓർത്ത് സങ്കടപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെല്ലാം സംഭവങ്ങൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്ന് ഈ നോയമ്പ് കാലത്ത് നാം ചിന്തിക്കേണ്ടതാണ്. നമ്മെ തന്നെ വിലയിരുത്തേണ്ടതാണ്. അപ്പനിൽ നിന്നും വളരെ ദൂരെ പോയി ദുർനടപ്പുകാരനായി ജീവിച്ച മകന് സകലവും നഷ്ടപ്പെട്ടപ്പോൾ സുബോധം വന്നു. മകൻ എന്ന സ്ഥാനം സ്വയം നഷ്ടപ്പെടുത്തിയ അവൻ ഒരു കൂലിക്കാരനായെങ്കിലും അപ്പൻ്റെ വീട്ടിൽ ഇടം കിട്ടുവാൻ ആഗ്രഹിച്ചു. മാനസാന്തരത്തിന് ഒരുക്കമുള്ള മനസ്സ് തിരിച്ചുവരവിന് കാരണമാകുന്നു. മകൻ എന്നെങ്കിലും തിരികെ വരും എന്ന ആഗ്രഹത്തിൽ കണ്ണീരോടെ കാത്തിരുന്ന പിതാവിനെ പോലെ ഓരോ പാപികളുടെയും തിരിച്ചുവരവ് പിതാവാം ദൈവം ആഗ്രഹിക്കുന്നു. നഷ്ടപ്പെട്ടു പോയ മകൻ്റെ തിരിച്ചുവരവ് പിതാവ് ആഘോഷമാക്കിയതുപോലെ ഓരോ വ്യക്തിയുടെയും മാനസാന്തരത്തോടെയുള്ള തിരിച്ചുവരവിൽ പിതാവാം ദൈവവും സ്വർഗവും ഒരുപോലെ ആനന്ദിക്കും. ഈ നോമ്പുകാലം ഒരു തിരിച്ചുവരവിൻ്റെ കാലമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ മഹാസ്നേഹവും ദീർഘക്ഷമയും മനസ്സലിവും തിരിച്ചറിഞ്ഞ് ദൈവമക്കളായി ജീവിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.